വിഷ്ണു ആദ്യം അവിടെ UDFന്റെ പൊതുയോഗ വേദിയിൽ KC വേണുഗോപാൽ പ്രസംഗിച്ചത് കേരളം കണ്ടതാണ്. 62 ലക്ഷം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ കൈക്കൂലിയാണ് നൽകുന്നത് എന്ന്, അവർക്ക് കൈക്കൂലിയാണ് നൽകുന്നതെന്നാണ് KC വേണുഗോപാലിന്റെ അന്നത്തെ പ്രസ്താവന. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ KC വേണുഗോപാൽ ലൈഫ് മിഷൻ പദ്ധതി, ലോകത്തിന് തന്നെ മാതൃകയായ ലൈഫ് മിഷൻ പദ്ധതിയെ ആക്ഷേപിച്ചത്. അത് ജനങ്ങളെ മോഹവലയത്തിലാക്കുന്നതാണ്, മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ലൈഫ് മിഷനെ കുറിച്ച് പറയുന്നതെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. എന്തൊക്കെയാണ് അഭിമുഖത്തിൽ പറഞ്ഞത്? ഒപ്പം തന്നെ KC വേണുഗോപാൽ പറഞ്ഞത് തന്നെയാണ്, മറ്റൊന്നും പറയാനില്ല UDFന്, അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്താണ് വേണുഗോപാലിന്റെ പ്രസ്താവന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്? സിജു, തീർച്ചയായിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വന്നതു മുതൽ KC വേണുഗോപാൽ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളെയൊക്കെ തന്നെ വലിയ തോതിൽ ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. തുടക്കത്തിൽ KC വേണുഗോപാൽ ക്ഷേമ പെൻഷൻ പദ്ധതിയെ ആക്ഷേപിക്കുന്നു. അതോടൊപ്പം അതിന്റെ ഗുണഭോക്താക്കളെ കൂടി അവഹേളിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് നടത്തിയത്. ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ തന്നെ അന്നു മുതൽ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയെയും ഇത്തരത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് KC വേണുഗോപാൽ രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ KC വേണുഗോപാൽ പറയുന്നത്, ഈ ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് തട്ടിപ്പാണ്, അത് കെട്ടിച്ചമച്ച് അല്ലെങ്കിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവരുന്ന പദ്ധതി സാധാരണ ജനങ്ങളെ മോഹവലയത്തിൽ നിർത്തുന്നു എന്നതാണ് KC വേണുഗോപാലിന്റെ ഒരു പ്രസ്താവന ഇന്നലെ പുറത്തു വന്നത്. പക്ഷേ ഈ ലൈഫ് മിഷൻ പദ്ധതി അത് LDF സർക്കാർ ഒരു സ്വപ്ന പദ്ധതിയെ കൊണ്ടുവന്ന് അത് കേരളത്തിൽ ഭവനരഹിതരില്ലാത്ത കേരളം എന്നൊരു സ്വപ്നത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പദ്ധതി തന്നെയാണ്. ഈ പദ്ധതി പ്രകാരം, അതായത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഇതുവരെ 4,51,000 വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം അടുത്ത വർഷത്തോടുകൂടി 6.5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുക എന്നതാണ് LDF സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അത്തരമൊരു പദ്ധതിയാണ്, അതായത് സാധാരണക്കാരൻ്റെ വീടെന്ന സ്വപ്നം പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ KC വേണുഗോപാൽ ഇത്തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുള്ളത്. അതോടൊപ്പം UDFന്റെ മുൻ നിലപാടുകളും നമ്മളൊന്ന് പരിശോധിച്ച് പോകേണ്ടതാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ UDF നേതാക്കൾ ഈ ലൈഫ് മിഷൻ പദ്ധതിക്കെതിരെയൊക്കെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. അന്ന് UDF നേതാക്കൾ പ്രചരണത്തിൽ പറഞ്ഞത്, കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കും എന്ന പ്രസ്താവന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു പ്രചരണം UDFന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ KC വേണുഗോപാലായാലും UDF ആയാലും ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ഒപ്പം നിൽക്കുന്ന പദ്ധതികളെ, അത് ക്ഷേമ പെൻഷൻ പദ്ധതിയായാലും ലൈഫ് മിഷൻ പദ്ധതിയായാലും ഇതിനെതിരെ നിലപാടെടുക്കുക, ഇതിനെയൊക്കെ തന്നെ ആക്ഷേപിക്കുന്ന ഒരു രീതിയിലൂടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറയുന്ന കണക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാർ വികസനം മുന്നോട്ട് വെച്ച് പ്രചരണം നടത്തുമ്പോൾ കോൺഗ്രസിന് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങൾ മാത്രമാണ് കോൺഗ്രസിനെ പ്രചരണത്തിന് ആയുധമാക്കാൻ കഴിയുന്നത്. സിജു.